പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കടമദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ രക്ഷിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകപുത്ര മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നികദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്ധി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുടെ അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാതിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മൺമയനായ ആദാമേ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ ഹൃദയാലെ ചെയ്തവനാം മശിഹാ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുമ്പാകെ നീടുന്നു. രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്ക് സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. കർണുള്ളവനും
പരിശുദ്ധനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്ന് ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, നിന്റെ സന്നിധിയിൽ കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾ കൃപ നൽകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമെല്ലാം ഇപ്പോഴും നിരന്തരം കരറ്റുവാൻ എന്റെ കർത്താവേ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് എന്ത് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുല സുബ്ഹാനഹുൽമിൻ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ നിന്റെ ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് അവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അനുഭവമായി അനുഭവിക്കുകയും ചെയ്യുമുള്ള പ്രത്യാശയോടെ ഈ ദാസിയുടെ വേർപാട് ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരമായ മഹത്വകരമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ നിന്റെ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ നിന്റെ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ അവസാനത്തെ നീ അറിയുന്നു. ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ.
നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരു നാൾ മരിക്കില്ല എന്നും അള്ളിച്ചേരിക്കുന്ന കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിനും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരെ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് പോകാരായി തീർത്തക്കവണ്ണം അവർ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടർന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. എന്നാൽ നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ, അടുത്തല്ലോ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നിനക്ക് സ്തുതി.
സകല ആശ്വാസത്തിന്റെ ഉറവിടമായ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ പ്രത്യാശയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് അവരുടെ വേദനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കൂടിവരവ് അവർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും ദൈവതിരുനാമത്തിനും മഹത്വത്തിനുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ട ദാസിയുടെ ജീവിതത്തിനായി സ്തോത്രം. എന്റെ മകളിലൂടെ ഈ ലോകത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് സ്തോത്രം. ആ കുടുംബത്തിന്റെ വിളക്കായി ജീവിപ്പാൻ എന്റെ മകളോട് ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോവാൻ ദൈവമേ, നീ അവിടുന്ന് നിന്റെ മകളെ വിളിച്ച് അടുപ്പിച്ചതിനാലും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ വെച്ച് ഞങ്ങൾക്ക് നിന്റെ മകൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയതായ കാര്യം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കുന്നതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹീതമായ ഒരു ശവസംസ്കാരം നൽകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിലയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെ പ്രത്യാശയോടുകൂടി യാത്രയപ്പാനായിട്ട് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകളോട് അവസാനിക്കുമ്പോൾ നാളെ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന കർത്താവെ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും ധൈര്യവും തന്ന് നിന്റെ മകളെ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി അയക്കുവാൻ തക്കവണ്ണം നിത്യത്തോട് തുറമുഖത്ത് കാണാമെന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാനായിട്ട് ഞങ്ങളെ പിന്നെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരൻ കർത്താവെ ഭൂമിയെ മൂടിയിരിക്കുമ്പോൾ, കൂരിരുട്ടുകൊണ്ട് കർത്താവെ ദേശം മൂടിയിരിക്കുമ്പോൾ നിന്റെ മക്കളുടെയും ഞങ്ങളുടെയും ഹൃദയങ്ങളുടെ ആശ്വാസവും വെളിച്ചവും തന്നെ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ തളർന്നു പോകാതെ ജീവിപ്പാൻ അവിടെ നിന്ന് ഒരുക്കണമേ കർത്താവെ. വിഷാദിച്ച് മനം കലങ്ങിപ്പോൻ അവർ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടെ പിന്നെ ഈ കൃപാസനത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ധൈര്യവും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ക്രമീകരണങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തക്ക സമയത്തെല്ലാം ചന്തമായി ഉചിതമായും ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. സകലമാന മുഖത്തോട് തന്നെ എടുക്കണമേ. യേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥനകളെ കേൾക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ ദിവ്യസമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ വലിയവനായ ദൈവം നാം എല്ലാവരോടുകൂടി വിശേഷാൽ ആ കുടുംബത്തോടും കൂടെ ഇരുന്ന് എല്ലാ നന്മകളിലേക്കും സമാധാനത്തിലേക്കും അനുഗ്രഹങ്ങളിലേക്കും വഴി നടത്തുമാറാകട്ടെ. The first part of the funeral service ends here. Congregation, please be seated. And now I call upon Justin for a word of thanks. On behalf of the family, Justin will say a word of thanks. I just want to thank everybody for just coming here, just to remember Mom. I did have a speech, but I don't know where I placed it. It's somewhere. But just at this moment, I just want to share a few things that, I just want to share just a few things. So this is one line that Mom always said when she was in the hospital for the past almost a year, like when she was taking chemotherapy and everything. It was one line that she always said was this. She said, "I would not be afraid, for my hope is in His name." She kept saying that. You know, she kept saying, "I would not be afraid, for my hope is in His name." Because she was just a mother above all else. You know, some people haven't seen her or talked to her. I mean, if you really spend the time, she cared about me and my brother right here so much. And I really loved my dad so much. And his sisters, she always talked about his sisters and brother. She never discouraged them. She never talked back about them. Nope. She always encouraged us. And through every moment and through every time, she encouraged us. And for the family, she was always there supporting. And never, she always prayed for each and every single one of the kids. She prayed for each and every single one of you guys. The craziest part, I remember we were in the hospital, like, it's so crazy that how much love she has for people. That she even prayed for her patients in her own hall. The person that was next to her, she prayed for them. You know, she loved. Yeah, she was a great mom. That's it. She was just a great mom. I remember this picture always haunts me. Mom's faith was there. It was strong. But yeah. We will not be afraid, Mom, for our hope is always in His name. Even in this moment, I know we're mourning or we haven't slept in so many days.
It is well, as we were singing before, it is well. It is well with our soul. It is well with our family. It is well with our church. It is well. And it is well. It is well. It's interesting that out of all places, that I will be, I get an opportunity to preach and share the gospel in many places, but this is probably the most toughest time to even share just a little bit about Mom, and I will miss, I think the greatest thing of all is a mom just taking care of their kids. I think the most is just her yelling. She would always yell, and two things that I will keep to her, the things that she both have always said to me is, Justin, please do not wear any more jeans. I don't know why. She just did not like jeans. And then two, I will lose weight. She said, go to the gym. So those are the two things that I will hold dear and promise to that. And it's tough. It is tough for us as a family. We do miss her, and we love her a lot. And she's a woman who prayed. And I think that is the biggest thing that I could just take from her. She prayed. She prayed and prayed and prayed. She prayed even through my crazy moments. She prayed through many things. And it's just so evident. I don't even need to say any more about Mom. It's been told many, many times of who she is. I think my last memory before all the hospital thing is that she just took care of us. Even with little finances she had, she was able to provide, even for me and Joshua, and just going to the stores and malls and taking the sisters out always. It was such great joy in that, and we know this is not the end. We know that is for sure. It will be sad. It will be tough now, but even in that song, even just knowing the story behind it in itself, it is well in our soul, and it is tough right now, but we're able to say that not because of our faith alone or my mom's faith alone, it's because of what Christ has done on our behalf. That truth, that promise that Mom trusted in our behalf because of what Christ has done, nothing else. So because of that, I'm able to stand here and able to share some wonderful memories, and also just a painful time even now, knowing that we have a high priest who is watching and taking care of a lot of things. So we'll miss Mom, me and Joshua. It'll be different at the Verghese house, but Mom has left and imprinted with so many sisters and beyond that, and they will be moms to both of us. They indeed will be moms to us, but still we have our one Mom, and we'll wait until the Lord either comes or He calls us, and we will be reunited with her. With that, I'm not supposed to do a vote of thanks. My dad said he'll do it officially tomorrow, but just a quick vote of thanks if I can remember at the top of my head. It's just one for the funeral home itself, to Park Funeral Chapel. Thank you for having the tons of brown people and a bunch of everyone else just to be able to come and partake and just be able to observe and celebrate with us Mom's life. Also want to thank all the Achins and the pastors and everyone else that has been involved in helping and sharing all the stories. Thank you for the photography, the video, there's so much. I can keep on going more and more, but at this moment I just want to thank that. Thank you for the family. Thank you for the church community. Thank you for the friends and people that all came out and really helped us. I think the biggest thing that I tell everyone is it's really, honestly, it really is the prayer of the people. It really is the prayer of the people that is strengthening us. If it wasn't for that, I don't know where we'll be. And a great reformer once said, Jonathan Edwards, and this is what really held us together throughout this past 1 year. He said that you know what honey is. You hear the word honey, and you know it in your head, it's sweet. But once you take the honey and actually put it in your mouth, you taste it, and you know it is beyond anything that you could even, you want more and more of it. And that's the same way we experience God's grace. His grace was sufficient for us.
His grace can be compared to that honey, if anything. That honey, that grace itself, we might have heard it growing up, but to taste it throughout this whole process was huge for us. But if anything else, thank you again for everyone, just for coming out and supporting. Continue to pray for us in the coming days ahead as this next season, next chapter in our life begins. God Almighty provide His comfort upon these children, especially the bereaved family.